അതെ, സുജയ പറഞ്ഞതിനിടയ്ക്ക് ദേശീയതയും ഭക്ഷണവുമായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നി. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ദേശീയതയും ഭക്ഷണവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ദേശീയതയും ഭക്ഷണവും എന്ന് ഞാൻ നരേന്ദ്രമോദിയാണ് കോട്ട് ചെയ്തത്. നരേന്ദ്രമോദി ഈ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ താല്പര്യത്തിനെടുക്കുന്ന ഓരോ സ്റ്റെപ്പും എതിർക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ യോഗ്യതയില്ല എന്നാണ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത റാലിയിലും ഇത് തന്നെയാണ് പറയുന്നത്. പല റാലികളിലും ആവർത്തിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്തത്. പിന്നെ ദേശീയത എന്ന് പറയുന്നത് ദേശത്തോടുള്ള അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ സംസ്കാരത്തിൽ അതിന്റെ പാരമ്പര്യത്തിലൊക്കെയുള്ള അഭിമാനമാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് എല്ലാ ആളുകൾക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാകും, ആചാരങ്ങൾ ഉണ്ടാകും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. അതവർ നേരത്തെ തൊട്ടേ പിൻപറ്റുന്നതാകും, ചിലപ്പോൾ അവർ കൂടുതലായി അതിലേക്ക് എത്തിപ്പെടുന്നതാകും. എന്തായാലും അങ്ങനെയുള്ള വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അതല്ലേ നരേന്ദ്രമോദി ചോദിച്ചത്. അദ്ദേഹം ഒരു പ്രാക്ടീസിംഗ് ഹിന്ദുവാണെന്ന് പറയുകയും ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട അവരുടെ റമദാൻ മാസം പോലെ വിശുദ്ധമായ ഒരു മാസത്തെ അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന കേൾക്കൂ സുജയ, കേൾക്കൂ സുജയ, നമുക്ക് പല വിശ്വാസങ്ങളുണ്ട്. പല മാസങ്ങളിൽ 12 മാസങ്ങളിൽ ഓരോ മാസവും ഓരോ മതവിഭാഗത്തിൻ്റെ മാസങ്ങളായിട്ട് കണക്കാക്കിയാൽ നമ്മുടെ രാജ്യത്ത് ആർക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ ഓരോ മതങ്ങൾക്കും ഓരോ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങളുണ്ടാകും. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ആചാരങ്ങളാണ്. അത് ആ വ്യക്തിപരമായിട്ടുള്ള ആചാരം ഒരാൾക്ക് അനുഷ്ഠിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവകാശമുണ്ട്. ഒരാൾ വ്രതം എടുത്തിരിക്കുമ്പോൾ ആ വ്രതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ അത് അപകടമാണ്. ഏതെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഏതാണെന്ന് അയാളുടെ വീട്ടിൽ കയറി റെഫ്രിജറേറ്ററിൽ കയറി നോക്കി ആ ഭക്ഷണം ബീഫാണെന്ന് കരുതി മട്ടൺ കാണുമ്പോൾ അത് ബീഫാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ തല്ലിക്കൊന്നാലും അത് കുഴപ്പമാണ്. കൊണ്ടുപോകുന്ന മാംസ ഇറച്ചി ബീഫാണെന്ന് ധരിച്ച് പഹ്ലൂഖാനെ തല്ലിക്കൊല്ലുമ്പോഴും അതും അപകടമാണ്. അതല്ലാതെ ഭക്ഷണം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വിഷയമായി തീരുന്നത്? നോക്കൂ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അതാണല്ലോ ദേശീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതെന്താണ്? വ്യക്തിപരമായ നിങ്ങളുടെ അവകാശങ്ങൾക്ക് മുകളിലല്ല സമൂഹത്തിൻ്റെ മതപരമായ അവകാശം എന്ന് പറയുന്നത്. അതായത് എൻ്റെ വ്യക്തിപരമായ ഭക്ഷണം കഴിക്കാനുള്ള അവകാശത്തെ സുജയയുടെ മതവിശ്വാസം ഹനിക്കുന്നതേയില്ല. സുജയയുടെ മതവിശ്വാസവും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം എൻ്റെ വിശ്വാസവുമാണ് എന്ന മനോഹരമായ ആശയമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതയിൽ ഊന്നിയിരിക്കുന്ന ആശയം. ഇതാണിപ്പോൾ സുജയ പറഞ്ഞത്. എന്താണ്? ഓരോ മാസത്തിലും ഓരോ ആളുകൾക്ക് വിശ്വാസമുണ്ടാവാം. അവർക്കപ്പം മട്ടൺ കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നാൽ, ബീഫ് കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നാൽ, മീൻ കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയം ഇതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ട് കുതിച്ചുയരുന്നു? എന്തുകൊണ്ടാണ് 62% ആളുകൾ സർവേ പങ്കെടുത്തുള്ള ആളുകൾ പറയുന്നത് അവർക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്? അതിൽ 57% ആളുകൾ ഹിന്ദു OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്. 71% ആളുകൾക്ക് സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 480 കിടന്ന ഗ്യാസ് 970 വർദ്ധിച്ചിരിക്കുന്നു. ഒരർത്ഥത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ മട്ടനും ബീഫും ഒക്കെ വേവിക്കുന്നത് കുറയ്ക്കണം. കാരണം ഗ്യാസിന് 970 രൂപയാണ്. ഈ റെഡ് മീറ്റ് ഒക്കെ വേവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് റെഡ് മീറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒരുപാട് ചിലവാകും. ഗ്യാസിന് ഇപ്പോൾ പഴയ പോലത്തെ സബ്സിഡി ഒന്നും ഞങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കുറച്ച് കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് രാഹുൽ ഗാന്ധി ശ്രാവൺ മാസത്തിൽ ബീഫ് കഴിച്ചു, മട്ടൺ കഴിച്ചു, തേജസ്വി യാദവ് നവരാത്രിക്ക് മീൻ പൊരിച്ചത് കഴിച്ചു, അയില വറുത്തത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാനാണെങ്കിൽ നോക്കൂ, സിഖുകാർക്ക് അവരുടെ മാസമുണ്ട്, ഗുരു നാനാക്കിൻ്റെ. ഹിന്ദുക്കൾക്ക് ഒന്നിലധികം മാസങ്ങൾ വ്രതസൃഷ്ടിയുള്ള മാസങ്ങളുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ ശബരിമല അയ്യപ്പൻ്റെ മാസമല്ല ഈ പറയുന്ന ശ്രാവൺ മാസം. നമ്മൾ ചിങ്ങമാസത്തിൽ വ്രതാനുഷ്ഠാനം എടുക്കുന്നവരുണ്ട്, ഈ നവരാത്രിക്ക് വ്രതാനുഷ്ഠാനം എടുക്കുന്നവരുണ്ട്. അപ്പോൾ കേരളത്തിൽ മട്ടനും ഈ പറയുന്ന ഭക്ഷണമൊക്കെ നിങ്ങൾ എപ്പോൾ കഴിക്കും എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഓരോ മതവിഭാഗങ്ങളുടെയും മതവിശ്വാസങ്ങൾ വ്യക്തികളുടെ അല്ലല്ല. നിങ്ങൾ നോക്കൂ, വൃശ്ചിക മാസത്തിലാണല്ലോ നമ്മൾ വ്രതം എടുക്കുന്നത്. കർക്കിടക മാസത്തിൽ മറ്റൊരു വ്രതം, കർക്കിടകത്തിൽ ഒരു വ്രതം, വൃശ്ചിക മാസത്തിൽ ഒരു വ്രതം, നവരാത്രിക്ക് ഒരു വ്രതം. ചിങ്ങത്തിലുണ്ടാവാൻ വ്രതം എനിക്കറിയില്ല. പല സെക്റ്റുകളുണ്ടാവും സുജയ. ആ പല സെക്റ്റുകളിൽ നമുക്കറിയാത്ത എത്രയോ ആളുകളുണ്ട് ഈ നാട്ടിൽ. നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ നടിക്കേണ്ട. പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഓരോരോ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അതാണ് എന്റെ കൺസേൺ. ഇപ്പൊ സുജയ്ക്ക് നരേന്ദ്രമോദിയുടെ
ഭക്ഷണ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നതിന് എനിക്ക് തടസ്സമൊന്നുമില്ല. അത് സുജയെ പോലുള്ള ഞാൻ ഭക്ഷണ രാഷ്ട്രീയത്തെയല്ല പിൻപറ്റുന്നത്. ശ്രാവണ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് റമദാൻ മാസത്തിൽ കൊടുക്കുന്നത് പോലെയുള്ള ഭക്ഷണ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി പിൻപറ്റുന്നത്. നമ്മൾ എത്രമാത്രം അതിനെ വേർതിരിക്കാൻ ശ്രമിച്ചാലും മട്ടൻ കറി ശ്രാവൺ മാസത്തിൽ ഉണ്ടാക്കി എന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞാൽ അത് ഭക്ഷണ രാഷ്ട്രീയമല്ലേ? മട്ടൻ കറി ശ്രാവണ മാസത്തിൽ ഭക്ഷണ രാഷ്ട്രീയമല്ലേ? അതെന്താ ഏതെങ്കിലും ശ്രാവണ മാസത്തിലെ അമ്പലത്തിലെ പൂജയ്ക്കാണോ പറയുന്നത്? അത് തെരഞ്ഞെടുപ്പ് നോക്കൂ, ഇത് ഈ ഹിന്ദുസിന്റെ മുഴുവൻ അവകാശം ഏറ്റെടുക്കാൻ നരേന്ദ്രമോദി ആരാണ്? സംഘപരിവാർ ആരാണ്? അതൊക്കെ ഓരോരുത്തർക്കും പ്രാദേശികമായിട്ട് അവരുടെ വിഭവങ്ങളുണ്ട്. സുജയ്ക്കറിയോ, മാംസം കഴിക്കുന്ന ഉന്നത കുലജാതരായ മാംസം കഴിക്കുന്ന പുരോഹിതരുണ്ട് ഹിന്ദുമതത്തിൽ പല വിഭാഗങ്ങളിലും. അവർ മാംസം കഴിക്കുന്നവരുണ്ട്. ചടങ്ങുകളിൽ നിങ്ങൾ ഈ ശ്രാവണ മാസത്തിൽ മട്ടൻ കഴിക്കുന്ന വീഡിയോ നവരാത്രി കാലത്ത് ആർത്തവമുള്ള സ്ത്രീകൾക്ക് വെള്ളം ഒഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും എന്ന് പറയുന്ന നാട്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രതിപാദിക്കാനാണ് ഇവരുടെ ശേഷി എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് തേജസ്വി യാദവ് പറഞ്ഞിട്ടുള്ളത് ബിജെപിക്കാരുടെ ഒരു ഐക്യു എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ ശ്രാവൺ മാസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. അത് എന്ത് വിശ്വാസമാണെന്ന് ചോദിക്കുന്നു. എല്ലാ മാസവും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സമീകരിക്കാൻ ശ്രമിക്കുന്നു. തേജസ്വി യാദവ് പറഞ്ഞു തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുന്നത്. നവരാത്രി തുടങ്ങുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇത് BJPയുടെയും ഗോഡി മീഡിയയുടെയും IQ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇട്ടതാണെന്ന്. ആ IQയിൽ കയറി പിടിച്ചിരിക്കുന്നു. ആ IQ കറക്റ്റായിട്ട് ടാലിയായി. അതാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം. Meet the editors.